നമ്മൾ മറ്റുള്ളവരിലേക്ക് നോക്കി അവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യാതെ നമ്മൾ നമ്മളിലേക്ക് മാത്രം നോക്കുക, നമ്മുടെ കഴിവുകളിലേക്ക് നോക്കുക, നമ്മുടെ കഴിവുകൾ തിരിച്ചറിയുക, ആ കഴിവുകൾ നമ്മൾ ആ കഴിവുകളിൽ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരിക, ഓരോ ദിവസവും ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് പേര് ടൈം വേസ്റ്റ് ചെയ്യുന്നത് മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കാനും അവരെന്താണ് ചെയ്യുന്നത് എന്ന് നോക്കാനും അതിനെപ്പറ്റി ചർച്ച ചെയ്യാനും അവരുടെ അച്ചീവ്മെന്റിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാനും അവരുടെ തോൽവികളിനെ പറ്റി ഡിസ്കസ് ചെയ്യാനും ഇതൊക്കെ മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കാനായിട്ട് ഒരുപാട് പേര് സമയം വേസ്റ്റ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ സെർച്ച് ചെയ്തിട്ട് അവരുടെ പോസ്റ്റും അവരിപ്പം വാങ്ങുന്ന സാധനങ്ങളുടെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതും അങ്ങനെ പലതരത്തിലുള്ള കമ്പയറിങ് മറ്റുള്ളവരുമായിട്ട് ചെയ്യാനായിട്ടും മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഒരുപാട് സമയം ചിലവാക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആവശ്യമില്ലാതെ ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കാൻ നടന്നിട്ട് സമയം കളയുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ നമ്മളിലേക്ക് നോക്കി നമ്മളുടെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, അതായത് നമ്മളുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ആ സമയം ഉപയോഗപ്പെടുത്തുന്നത്. നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് പോലും നമ്മൾ എടുത്തിട്ടുണ്ടാവില്ല. അതിനേക്കാൾ മുമ്പ് നമ്മുടെ പ്ലാന് മറ്റുള്ളവരുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരാളോട് പറയുകയാണെങ്കിൽ ആ കേൾക്കുന്നയാൾക്ക് അയാളുടെ മൈൻഡ് ചിലപ്പോൾ വളരെ സ്മോൾ മൈൻഡഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ എന്താണെന്നോ പ്ലാൻ എന്താണെന്നോ ഉൾക്കൊള്ളാനായിട്ട് പറ്റില്ല. അവർ അതിനെ നെഗറ്റീവായിട്ട് നമ്മളടുത്ത് പറയുകയും ചെയ്യും. ഈ ചില ആളുകൾക്കുണ്ടല്ലോ, ഒരാളെ നെഗറ്റീവ് പറഞ്ഞ് തളർത്താനായിട്ട് പ്രത്യേക കഴിവുണ്ട്. അപ്പം ഇങ്ങനെയുള്ള നെഗറ്റീവ് പറഞ്ഞ് തളർത്താൻ കഴിവുള്ള ഒരാളോടാണ് നമ്മളുടെ പ്ലാനും ലക്ഷ്യങ്ങളും നമ്മുടെ കാര്യങ്ങളൊക്കെ ചെന്ന് പറയുകയാണെന്ന് വിചാരിക്കുകയാണ്, നമ്മൾ ചെന്ന് പറയുന്നതെങ്കിൽ നമ്മളെ നെഗറ്റീവ് പറഞ്ഞ് തളർത്തിക്കളയും. ചിലരൊക്കെ ആ ഒരു നെഗറ്റീവ് കേൾക്കുമ്പോഴത്തേക്കും തളർന്നു പോവാറുമുണ്ട്. ഒരുപക്ഷെ നമുക്ക് അച്ചീവ്മെന്റിലേക്ക് എത്താനായിട്ട് പറ്റും, പക്ഷെ ആ അച്ചീവ്മെന്റ് നിലനിർത്തിക്കൊണ്ട് പോകാനാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് അടുത്തുള്ള ഒരാളുടെ പ്ലാൻ എന്താണെന്ന്. അവന്റെ പ്ലാൻ എന്താണ്, അവന്റെ സ്വപ്നങ്ങൾ എന്താണ്, അവൻ എന്താണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്, അവൻ എന്തൊക്കെയാണ് ചെയ്തത്, അവൻ എന്താണ് ചെയ്യുന്നത്, ഇത് അറിയാൻ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് നോക്കി വെറുതെ സമയം ചെലവാക്കുന്നതിനോട് എനിക്ക് തീരെ അഭിപ്രായമില്ല. ഇതെൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.